സ്നേഹം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഈശോ തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്ക് അയക്കുന്നതിന് മുമ്പ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഈ വചനങ്ങളിൽ നാം വായിക്കുക. അതിൽ 2 കുഞ്ഞു കാര്യങ്ങളെ പറ്റി മാത്രമാണ് നാം ഈ സമയം ചിന്തിക്കുക. ഒന്നാമതായി 10-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം, നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. എത്രയോ സുന്ദരമായ വചനമാണിത്. ദൈവം നമ്മളെ വ്യക്തിപരമായിട്ട് അറിയുന്നു. നമ്മൾ കടന്നു പോകുന്ന സ്ട്രഗിൾസ്, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ ആനന്ദങ്ങൾ എല്ലാം ഈശോ വ്യക്തിപരമായി അറിയുന്നു. അത് നമുക്ക് നൽകുന്ന ആശ്വാസം എത്രയോ വലുതാണ്. ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കുക ശിഷ്യന്മാർ കടന്നു പോകേണ്ട പീഡകളെ പറ്റിയുള്ള വിവരണമാണ്. ഈ പീഡനത്തിൻ്റെ അനുഭവങ്ങളൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെയും ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളെ വ്യക്തിപരമായി അറിയുന്നു. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പീഡനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതല്ല, മറിച്ച് എല്ലാ വിഷമങ്ങളിലും, എല്ലാ പീഡകളിലും, എല്ലാ പ്രതിസന്ധികളിലും നമുക്ക് കിട്ടുന്ന ആശ്വാസം എന്നത് ഈശോ നമ്മളെ വ്യക്തിപരമായി അറിയുന്നു എന്നുള്ളതാണ്. ആ വചനത്തിൻ്റെ ഈ അനുഭവത്തിൻ്റെ ആനന്ദത്തിലായിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായി ചിന്തിക്കാം, പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് ഈ 2-ാം ഭാഗത്തിൻ്റെ തലക്കെട്ടാണ്. അത് ഇപ്രകാരമാണ് പറയുക, നിർഭയം സാക്ഷി നൽകുക. സാക്ഷി നൽകുക. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എനിക്ക് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സാക്ഷികളായിരിക്കും എന്നുള്ളത്. ഈ സാക്ഷി എന്നുള്ള പദം പൊതുവെ നമ്മൾ കാണപ്പെടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കോടതികളാണ്. കോടതികളിൽ ഈ സാക്ഷികളെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ വരുന്ന സാക്ഷികളുടെ ക്രെഡിബിലിറ്റിയെ പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. എന്താണ് ഒരു സാക്ഷിയുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്? കോടതികളിൽ ഒരു സാക്ഷിയുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അയാൾ ആ ഒരു പ്രത്യേക സംഭവം കണ്ടിരിക്കണം, അല്ലെങ്കിൽ കേട്ടിരിക്കണം, അതല്ലെങ്കിൽ അത് അയാൾ അനുഭവിച്ചിരിക്കണം. ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ അനുഭവിച്ചു എന്ന് പറയുന്നതാണ് ഒരു സാക്ഷിയുടെ ക്രെഡിബിലിറ്റി ആയിട്ട് നമ്മൾ കാണുക. ഇവിടെ ഈശോ പറയുകയാണ്, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം. ഈശോയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ സാക്ഷ്യത്തിന് മഹത്വമേറുന്നത്, നമ്മുടെ സാക്ഷ്യത്തിന് ക്രെഡിബിലിറ്റി ഉണ്ടാവുന്നത് ഈ ഈശോയെ നമ്മൾ അറിയുകയും അനുഭവിക്കുകയും അവനെ മനസ്സിലാക്കുകയും അവനെ കേൾക്കുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് സാക്ഷി ജീവിതം കൂടുതൽ വിലയുള്ളതായിട്ട് മാറുന്നത്, സാക്ഷ്യത്തിന് കൂടുതൽ മഹത്വം ലഭിക്കുന്നത് ഈ വ്യക്തിപരമായ ഈശോയെ അനുഭവത്തിലേക്ക്, അറിവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ്. സ്നേഹം, 2 കുഞ്ഞു കാര്യങ്ങളെ പറ്റി മാത്രമാണ് നാം ചിന്തിച്ചത്. ഒന്ന്, നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ നിരന്തരം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം. രണ്ടാമതായിട്ട് ഈ ദൈവത്തോട് നാം നടത്തേണ്ട പ്രതികരണം. നിരന്തരമായിട്ട് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തെ നാം അറിയുകയും നാം മനസ്സിലാക്കുകയും നാം അനുഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാക്ഷ്യത്തിന് വലിയ വിലയുള്ള സാക്ഷ്യം ആയിട്ടത് മാറും. അത്തരത്തിൽ ഒരു സാക്ഷ്യ അനുഭവത്തിലൂടെ കടന്നു വരാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഈ സുവിശേഷ ദൗത്യത്തിനായിട്ട് അയച്ചതുപോലെ നമ്മളെയും ഇന്ന് അയക്കുമ്പോൾ ഈശോയോട് കൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നന്ദി.